ഈ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രാഥമികമായ നിഗമനം ഷോർട്ട് സർക്യൂട്ട് കൊണ്ടാണ് അഗ്നിബാധ ഉണ്ടായതെന്നാണ്. നമുക്കറിയാം, കോഴിക്കോട്ട് ഏറ്റവും അധികം ജനങ്ങൾ വരുന്ന, ഒരുപാടിടങ്ങളിലേക്കുള്ള ബസ്സിന്റെ നെറ്റ്വർക്ക് ആരംഭിക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കെട്ടിട സമുച്ചയത്തിലാണ് തീപിടുത്തമുണ്ടായത്. സമീപകാലത്ത് കോഴിക്കോടൊന്നും കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു രക്ഷാപ്രവർത്തനം നടന്നു ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ. അഗ്നിരക്ഷാ സേന എത്തിയിട്ടും 9 മണിക്കൂർ തീ അണയ്ക്കാൻ വേണ്ടി വന്നതിന് കാരണം പറഞ്ഞത് അവിടെ ഒരു ഫയർ സേഫ്റ്റി സംവിധാനങ്ങളൊന്നും ആ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ വിഷയത്തെ കാണുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്? എന്തുകൊണ്ടാണ് തീ അണയ്ക്കാൻ ഇത്രയും പ്രയാസപ്പെടേണ്ടി വന്നത്? പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഷോർട്ട് സർക്യൂട്ട് തന്നെ ആവാം കാരണമെന്നാണ് ഞങ്ങളും സംശയിക്കുന്നത്. അല്ലാതെ മറ്റൊരു മാർഗം, ഒരു ചാൻസ് അവിടെ ഇല്ല. പക്ഷേ എന്തുകൊണ്ട് അവിടെ അങ്ങനെ തീ പടർന്നു എന്നുള്ളത് കൊണ്ട് ഈ കത്തി തുടങ്ങിയതിന് ശേഷം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഫയർ എഞ്ചിൻ അവിടെ വരുന്നത്. അത് തന്നെയാണ് ഈ തീപിടുത്തം ഇത്രയധികം വലുതാവാനുള്ള കാരണം. അതിനുള്ള കാരണങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഒന്ന് കോഴിക്കോടുള്ള ട്രാഫിക് ജാമുകളാണ്. മറ്റൊന്ന് കോഴിക്കോട് നഗരപരിധിയിലുണ്ടായിരുന്ന ബീച്ചിലെ ഫയർ സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായി പൊളിച്ചു മാറ്റി അവിടെ പുതിയൊരു കെട്ടിടം ഉണ്ടാക്കി അവിടെ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിൽ നടന്നിട്ട് കോഴിക്കോട് ഉണ്ടായിരുന്ന 6ഓളം ഫയർ എഞ്ചിനുകൾ തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക്, അതായത് മീഞ്ചന്ത, വെള്ളിമാടുകുന്ന് എന്നീ സ്ഥലങ്ങളിലേക്ക് മാറ്റി നിർത്തിയത് കൊണ്ടാണ് ആ ഭാഗത്തു നിന്ന് കോഴിക്കോട് എത്തിച്ചേരാനുള്ള സമയമാണ് ഇന്നലെ ആ കത്തലിൻ്റെ ആക്കം കൂട്ടാനുണ്ടായ കാരണം. അല്ല ശ്രീ സുനിൽ, അതിനിടയിൽ വേറെ ഒരു കാര്യം കേട്ടത്, ഈ വ്യാപാര സമുച്ചയത്തിലെ വ്യാപാര പങ്കാളികൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ കേസ് നിലനിന്നിട്ടുണ്ട്. ഏതാണ്ട് 1 മാസം മുൻപ് ഇതിൻ്റെ ഈ കടയുടമയായ PP മുകുന്ദന് കുത്തേൽക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്നലെ ഉണ്ടായിട്ടുള്ള, അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് താങ്കൾ പറഞ്ഞതുപോലെ പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതിലൊരു അട്ടിമറിക്കുള്ള സാധ്യതയൊക്കെ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളിൽ കൂടി അന്വേഷണം ചെല്ലേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്കുണ്ടോ? ഇവർ തമ്മിലുണ്ടായിരുന്ന തർക്കം, പ്രശ്നങ്ങൾ, അതൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നു? ഞങ്ങൾ ഇന്നത്തെ വാർത്തയിലാണ് ഞങ്ങളും അത് മനസ്സിലാക്കുന്നത്. അതായത് സംഘടന എനിക്ക് അദ്ദേഹവുമായി വ്യക്തിപരമായിട്ടും ബന്ധമുണ്ട്. പക്ഷേ ഞങ്ങളൊന്നും അറിയാത്തൊരു വിഷയമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന് പോലീസിൻ്റെ പക്കൽ അത് റിമാൻഡ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടി അന്വേഷിക്കണം. അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അതുകൂടി അന്വേഷിക്കുക. അത് അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ശരി ശ്രീ സുനിൽ, അവിടെ ഉള്ള കെട്ടിടങ്ങൾ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് പരിചയമുള്ളതാണ്. എൻ്റെ നാട് മലപ്പുറമാണ്. അപ്പോൾ ഏറ്റവും അധികം കണക്ട് ചെയ്യപ്പെടുന്നത് കോഴിക്കോടാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ എപ്പോഴും നാട്ടിലേക്ക് ബസ് കയറി പോകാറുള്ളത്. ആ ഭാഗത്തെ കെട്ടിടങ്ങൾക്ക് കാലപ്പഴക്കം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ആ സമയത്ത് ലൈസൻസ് കിട്ടി. ഇപ്പോൾ ഇത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ വാടകയ്ക്ക് കൊടുത്ത കെട്ടിടമാണ്. കോർപ്പറേഷൻ അറിയാതെ തന്നെ അവിടെ വേറെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് ഫയർഫോഴ്സ് എഞ്ചിനുകളൊക്കെ എത്തി, പാന്തറൊക്കെ എത്തിയിട്ട് പോലും ആ കറക്റ്റ് സ്പോട്ടിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാതെ പോയത്. കാരണം അവിടെയെല്ലാം കെട്ടിമറച്ചിട്ടുണ്ട്, പല പുതിയ നിർമ്മാണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഫയർ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നുവെങ്കിൽ, ആ ക്ലിയറൻസ് കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ അതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അല്ല, അങ്ങനെ അവിടെ വലിയ തോതിലുള്ള കെട്ടിട നിർമ്മാണത്തിൻ്റെ ഒന്നും ഇതുണ്ടായിട്ടില്ല. അവിടെ ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ സ്ഥാപനം നിൽക്കുന്നതിൻ്റെ 3 ഭാഗവും, ഇതിൻ്റെ 3 ഭാഗവും കാഴ്ചപ്പാടുള്ള ആളുകൾ കാണുന്ന സ്ഥലങ്ങളാണ്. ഒന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന്, 2 സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തുനിന്ന്, 1 ഫോക്കസ് മാളിൻ്റെ ഭാഗത്തുനിന്ന്. അവിടെയൊക്കെ ഇവരെ പരസ്യങ്ങൾ വെച്ചിട്ടുണ്ട്. അത് നല്ല കട്ടിയുള്ള ബോർഡിലുണ്ട്, ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ അതൊരു തടസ്സമായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ ഇന്നലെ തന്നെ അവിടുന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പൊളിച്ച് മാറ്റാമായിരുന്നു. ഒരു അത്യാഹിതം വരുമ്പോഴല്ലേ അതിൻ്റെ അകത്തേക്ക് കിടക്കാനുള്ള സംവിധാനം നോക്കുക. 3.5 മണിക്കൂർ അവിടെ ഇങ്ങനെ കളിച്ചതിന് ശേഷമാണ് JCB അടക്കമുള്ള സാധനങ്ങൾ വന്ന് അതൊക്കെ പൊളിച്ചു മാറ്റുന്നത്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല ശ്രീ സുനിൽ. അതൊക്കെ ശരിയാണ് താങ്കൾ പറഞ്ഞത്, ഞാനും കണ്ടു. പക്ഷെ അവിടെ ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ ഉണ്ടായിരുന്നില്ല, തീ അണയ്ക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല.
അവിടെ ഒരു സേഫ്റ്റി എക്സിറ്റ് അല്ലെങ്കിൽ ഒരു എമർജൻസി എക്സിറ്റ്, ഒരു അത്യാഹിത ഘട്ടത്തിൽ പുറത്തേക്ക് കടക്കാൻ വേണ്ടിയുള്ള ആ വാതിൽ അത് നിർബന്ധമാണ്, നിയമപരമായി ഉണ്ടാകേണ്ടതാണ്. അതുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇല്ലാതെ എങ്ങനെ അവിടെ ഒരു കെട്ടിടം ഇത്രയും കാലം അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു? അതിനൊക്കെ ലൈസൻസ് കൊടുക്കേണ്ടത് അല്ല, കോർപ്പറേഷനാണല്ലോ. അതെ, ഞാൻ വ്യാപാരി വ്യവസായിയെ കുറ്റപ്പെടുത്തിയതല്ലേ. ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയാനാണ്. അത് ഞാൻ പറഞ്ഞില്ല. അതെന്താന്ന് പറഞ്ഞാൽ ആ ഒറ്റ സ്ഥാപനത്തിൻ്റെ കസ്റ്റഡിയിലാണ് ഈ ചുറ്റുമട്ടതുമുള്ള ഇതുള്ളത്, വരാന്തകളടക്കം. അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അത് പിന്നെ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഇത് തുടങ്ങിയപ്പം തന്നെ അവിടുത്തെ ജീവനക്കാരൊക്കെ പുറത്തേക്ക് സാവധാനമാണ് പോയത്. ആരും അതിൻ്റെ കുടുങ്ങിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിന് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു വഴി അവിടെ ഇല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതെ, മറ്റൊരു വഴിയില്ല. ഞാൻ ഇപ്പോൾ ഒരുപക്ഷെ ഇന്നലെ കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ അവർ ആ തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങൾ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഫയർ എഞ്ചിനുകൾ എത്താൻ വൈകിയതോ ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥർ അവിടെ സംഭവ സ്ഥലത്ത് എത്താൻ വൈകിയതോ ഒക്കെ ഒരു കാരണമായി പറയാമെങ്കിലും അതിനപ്പുറത്ത് 25 ഫയർ യൂണിറ്റുകൾ എത്തിയിട്ടും ഈ എയർപോർട്ടിൽ നിന്ന് പാന്തർ എത്തിയിട്ടും അത്യാധുനിക സംവിധാനം എത്തിയിട്ടും കൃത്യമായിട്ട് തീ അണയ്ക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെയെല്ലാം കെട്ടിയടച്ചിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ പരസ്യ ബോർഡുകൾ ഉണ്ടായിരുന്നു. അഗ്നിരക്ഷാ സേനകൾക്ക് അകത്ത് കടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്താൽ അത് വ്യക്തമാകും. ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ കണ്ടത് ആ ഫയർമാൻമാർ വളരെയധികം ബുദ്ധിമുട്ടുന്നതാണ്. അതിനൊറ്റ കാരണമേ അത് കംപ്ലീറ്റ് കെട്ടിയടച്ച സംവിധാനമായിരുന്നു എന്നുള്ളതാണ്. അത് പരിശോധിക്കേണ്ടതാണ്. താങ്കൾ പറഞ്ഞതുപോലെ അതിന് ആരാണ് അതിന് NOC കൊടുത്തത്, ആരാണ് ലൈസൻസ് കൊടുത്തത്, അത് കോർപ്പറേഷനാണ്. അവർ മറുപടി പറയേണ്ട കാര്യം.